നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓഗസ്റ്റ് 4 മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരത്തെ എത്തണം. US വിസ കാലതാമസം മറികടക്കാൻ UAE നിവാസികൾക്ക് എളുപ്പവഴി. ഖത്തറിൽ ഈന്തപ്പഴമേള ശ്രദ്ധേയമാവുന്നു. റിയാദിൽ പേപ്പർ കാർഡ് രൂപത്തിലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അവസാനിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയം. ദുബായിൽ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് ഒറ്റ ദിവസം 5.25 ദിർഹത്തിന്റെ ഇടിവ്. KMCC നേത്ര ക്യാമ്പ് സമാപിച്ചു. UAE കുതിക്കുന്നു. അടുത്ത വർഷം 6.2% വളർച്ചയെന്ന് പ്രവചനം. ഓഗസ്റ്റ് 4 മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരത്തെ എത്തണം. ഓഗസ്റ്റ് 4 മുതൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് 40 മിനിറ്റ് മുമ്പ് എത്തണമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു. നിലവിൽ 20 മിനിറ്റ് മുമ്പ് എത്തുന്ന രീതിയാണ് പിന്തുടരുന്നത്. പുതിയ പാസഞ്ചർ ബോർഡിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. യാത്രക്കാരുടെ സുഖസൗകര്യവും വിമാനത്താവളത്തിന്റെ പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. US വിസ കാലതാമസം മറികടക്കാൻ UAE നിവാസികൾക്ക് എളുപ്പവഴി. US വിസയ്ക്കായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന UAE നിവാസികൾക്ക് സന്തോഷ വാർത്ത. അയൽ രാജ്യങ്ങളിലെത്തി അവിടെ നിന്ന് വിസയ്ക്ക് അപേക്ഷിച്ചാൽ ഈ കാലതാമസം മറികടക്കാം. UAEയിൽ US വിസ അഭിമുഖത്തിനായി 10 മുതൽ 12 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിൽ. എന്നാൽ അയൽ രാജ്യങ്ങളിൽ ഈ കാലയളവ് വളരെ കുറവാണ്. ഒമാനിൽ 3 മാസവും ബഹ്റൈനിലും സൗദിയിലും 2 മുതൽ 3 ആഴ്ച വരെ മാത്രമാണ് കാത്തിരിപ്പ് സമയം. വിസ അഭിമുഖത്തിൽ വിജയിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് തിരിച്ചു ലഭിക്കും. എന്നാൽ വിസ അപേക്ഷിക്കുന്നതിന് മുമ്പ് അതത് രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ്. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് 15 മിനിറ്റ് മുമ്പ് കോൺസുലാർ സെക്ഷനിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വിസ അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല. എന്നാൽ കുട്ടികളെ കൊണ്ടുവരാൻ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഹാജരാകണം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഖത്തറിൽ ഈന്തപ്പഴമേള ശ്രദ്ധേയമാവുന്നു. അറേബ്യൻ കാർഷിക സംസ്കാരത്തിന്റെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന ഈന്തപ്പഴങ്ങളുമായി ഖത്തറിൽ സംഘടിപ്പിച്ച ഈന്തപ്പഴമേള ശ്രദ്ധേയമാവുന്നു. വിവിധ തരം ഈന്തപ്പഴങ്ങളും ഈന്തപ്പഴ ഉൽപ്പന്നങ്ങളും ഒരേ കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് ഈ മേളയെ ശ്രദ്ധേയമാക്കുന്നത്. ഖത്തറിലെ 100-ലേറെ പ്രാദേശിക തോട്ടങ്ങളിൽ നിന്നുള്ള ഈന്തപ്പഴങ്ങളാണ് സൂഖ് വാഖിഫിൽ നടക്കുന്ന മേളയിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിയത്. ഷിഷി, സുഖരി, ബർഹി, റാസിസ്, അൽ ഖലാസ്, അൽ ഖിനൈസി, സഖായി, ഹലാവി, മസാഫാത്തി, മജ്ജൂൽ തുടങ്ങി വിവിധ ഇനം ഈന്തപ്പഴം പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിയിട്ടുണ്ട്. ഈന്തപ്പഴങ്ങൾക്ക് പുറമെ ഈന്തപ്പഴത്തിന്റെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. പ്രാദേശിക കർഷകർക്കുള്ള പിന്തുണ എന്ന നിലയിലാണ് 9ാം വർഷവും മേള നടത്തുന്നതെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം കാർഷിക വിഭാഗ ഡയറക്ടർ യൂസുഫ് ഖാലിദ് അൽ ഖുലൈഫി പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ ഫെസ്റ്റിവലിൽ 103 ഫാമുകളാണ് പങ്കെടുത്തത്. 20 ലക്ഷം ഖത്തർ റിയാലിന്റെ വിൽപ്പനയും നടന്നു. സൂഖ് വാഖിഫിൽ നടക്കുന്ന ഈന്തപ്പഴമേള ഓഗസ്റ്റ് 3 വരെ നീണ്ടുനിൽക്കും. ഈ വർഷം 110-ൽ അധികം ഫാമുകൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. റിയാദിൽ പേപ്പർ കാർഡ് രൂപത്തിലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അവസാനിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയം. റിയാദിൽ കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇനി പേപ്പറിൽ ലഭിക്കില്ല. ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം ഓൺലൈൻ സർട്ടിഫിക്കറ്റിലേക്ക് മാറ്റി. സെഹാത്തി പോർട്ടലിലൂടെയോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് വഴിയോ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സ്കൂളിൽ പ്രവേശനത്തിന് വാക്സിനേഷൻ നിർബന്ധമായതിനാൽ പുതിയ സംവിധാനം രക്ഷിതാക്കൾക്ക് സഹായകമാകും. 4 ലക്ഷത്തിലധികം കുട്ടികൾ ഇതിനകം ഈ സേവനം ഉപയോഗിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്.
ദുബായിൽ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് ഒറ്റ ദിവസം 5.25 ദിർഹത്തിന്റെ ഇടിവ്. ഇറക്കുമതി തീരുവ കുറച്ച കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനു പിന്നാലെ 3 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 2760 രൂപയുടെ കുറവ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു പവന് കുറഞ്ഞത് 3800 രൂപയാണ്. ഇന്നലെ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 95 രൂപ കുറഞ്ഞത് 6400 രൂപയും പവന് 760 രൂപ കുറഞ്ഞത് 51,200 രൂപയുമായി. ഏപ്രിലിനു ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനുള്ള ചെലവ് 5% പണിക്കൂലി കണക്കാക്കിയാൽ 55,000 രൂപ. ഇതിനിടെ ദുബായിലും സ്വർണ്ണവില കുറഞ്ഞു. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് ഒറ്റ ദിവസം 5.25 ദിർഹത്തിന്റെ ഇടിവുണ്ടായി. ഒരാഴ്ചക്കിടെ സ്വർണ്ണവിലയിൽ 12.9 ദിർഹത്തിന്റെ കുറവുണ്ടായി. ആഭരണങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കുന്ന 22 കാരറ്റ് സ്വർണത്തിലും വിലയിടിവുണ്ടായി. ഗ്രാമിന് 4.75 ദിർഹത്തിന്റെ കുറവാണ് ഇന്നലെ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദുബായ്. KMCC നേതൃ ക്യാമ്പ് സമാപിച്ചു. KMCC മണ്ണാർക്കാട് നിയോജക മണ്ഡലം നേതൃ ക്യാമ്പ് സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഷുക്കൂറുലി കല്ലുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഹുസൈൻ കിഴക്കേതിൽ അധ്യക്ഷത വഹിച്ചു. സുഹൈൽ മാളിക്കുന്ന്, ജാബിർ ആമ്പാടത്ത്, ഷെരീഫ് സാഗർ, ആഷിദ് ഷാ ചങ്ങലീരി, ഷാനവാസ് പുളിക്കൽ, ഷിഹാബ് കനിബനോട്ടിൽ, സിദ്ദിഖ് തളിക്കുളം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അബുദാബി. UAE കുതിക്കുന്നു. അടുത്ത വർഷം 6.2% വളർച്ചയെന്ന് പ്രവചനം. UAE അടുത്ത വർഷം 6.2% സാമ്പത്തിക വളർച്ച നേടുമെന്ന് അറബ് മോണിറ്ററി ഫണ്ടിന്റെ പ്രവചനം. നടപ്പു സാമ്പത്തിക വർഷം 3.9% വളർച്ചയാണ് പ്രവചിക്കുന്നത്. വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, രാജ്യാന്തര വ്യാപാരം എന്നിവയിലെ പ്രകടനമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് UAE സഹായിക്കുക. വിനോദസഞ്ചാര മേഖലയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മികച്ച പിന്തുണ നൽകുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഈ വർഷം അറബ് മേഖലയുടെ സാമ്പത്തിക വളർച്ചയും റിപ്പോർട്ടിൽ പ്രവചിക്കുന്നു. അറബ് രാജ്യങ്ങൾ ചേർന്ന് 2.8% സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 0.3% സാമ്പത്തിക വളർച്ച. അടുത്ത വർഷമാകുമ്പോഴേക്കും സാമ്പത്തിക വളർച്ച 4.5% ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. എണ്ണ ഉൽപാദന മേഖലയിലെ വിലസ്ഥിരതയും ഉൽപ്പന്നങ്ങളും വിലസ്ഥിരതയുമാണ് അറബ് രാജ്യങ്ങൾക്ക് സഹായകമാവുക. സൗദി ഈ വർഷം 4.4%, അടുത്ത വർഷം 5.7% വളർച്ച നേടുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒമാനിൽ ഈ വർഷം 2.3%, അടുത്ത വർഷം 2.7% പ്രതീക്ഷിക്കുന്ന വളർച്ച. ബഹ്റൈനിൽ ഈ വർഷം 3.5%, അടുത്ത വർഷം 3.2% വളർച്ച. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.